ഞാൻ ഈ സാരി ഡ്രൈപ്പിംഗ് പേജ് തുടങ്ങിയതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള എൻക്വയറീസ് എന്തിനെ പറ്റിയിട്ടാണെന്ന് അറിയോ? അയൺ ബോക്സിനെ പറ്റിയിട്ടാണ്. ഏത് അയൺ ബോക്സ് യൂസ് ചെയ്തിട്ടാണ് നന്നായിട്ട് സാരി ഡ്രൈപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. സോ നിങ്ങൾ വീട്ടിൽ സാരി പ്ലീറ്റ് ചെയ്യുന്ന ആളുകളാണ്, സെൽഫ് ഡ്രൈപ്പിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലത്തെ നോർമൽ അയൺ ബോക്സ് യൂസ് ചെയ്താൽ മതി. ഇതിന് കുറച്ചുകൂടെ ടൈം എടുക്കുമെന്ന് മാത്രം, പക്ഷേ നിങ്ങൾക്ക് നന്നായിട്ട് പ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് പെട്ടെന്ന് സാരി പ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്റ്റീം അയൺ ബോക്സസ് വാങ്ങിക്കാം. സ്റ്റീം അയൺ ബോക്സിന്റെ ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും നല്ലൊരു ബ്രാൻഡ് നോക്കി വാങ്ങിക്കാം. പക്ഷേ 1000 watts എബോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സാരി പ്ലീറ്റ് ചെയ്യുന്ന പർപ്പസിന് യൂസ്ഫുൾ ആയിരിക്കും. ഇനി നിങ്ങൾ പ്രൊഫഷണലി പല സ്ഥലത്ത് പോയി സാരി ഡ്രൈപ്പ് ചെയ്യുന്നവരാണ്, പല മെറ്റീരിയൽ സാരീസ് ഡ്രൈപ്പ് ചെയ്യുന്നവരാണ്, അങ്ങനെ ഒരുപാട് കട്ടി കൂടിയ സാരികളൊക്കെ അയൺ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രൊഫഷണൽ അയൺ ബോക്സസ് വാങ്ങിക്കാം. ഇത് ഫിലിപ്സിൻ്റെ ആണ്. 2400 watts ആണ് ഈ ഒരു ബോക്സിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ ഈ ഒരു ലാർജർ കപ്പാസിറ്റി വരുന്നത് കൊണ്ട് തന്നെ പ്ലീറ്റ്സ് വളരെ ഈസി ആയിട്ട് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സ്റ്റീം ഔട്ട് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വളരെ ഫൈനർ ആയിട്ടുള്ള ഒരു പ്ലീറ്റ്സ് നമുക്ക് ഈ ഒരു ബോക്സ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഒരു ബോണസും കൂടി ഉണ്ട്, സ്റ്റീം മെഷീൻസ്. ഇത് നിങ്ങൾ ഡിസൈനർ സാരീസ്, ഓർഗൻസ സാരീസ്, അതുപോലെ അയൺ ചെയ്യാൻ പറ്റാത്ത ഡെലിക്കറ്റ് ആയിട്ടുള്ള സാരീസ് ആണെങ്കിൽ ഇതുപോലുള്ള സ്റ്റീമർ മെഷീൻസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചുളിവുകളൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റീം പ്ലസ് അയൺ ബോക്സസ്.